ഹായ് മക്കളെ, നമസ്കാരം. അമ്മമ്മ എന്നുള്ള നമ്മുടെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് അമ്മമ്മ എന്നുള്ള പാഠഭാഗം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റാണ്. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. ഈ പാഠഭാഗം പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പം നിങ്ങൾക്കും ബോറാണ്, വായിക്കുന്ന എനിക്ക് ഒരുപാട് സമയം ചെയ്യും നഷ്ടപ്പെടും. അതുകൊണ്ട് അതിൻ്റെ രത്നച്ചുരുക്കം, വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ടാണ്, പാഠസംഗ്രഹം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പം മക്കൾ ചെയ്യേണ്ട കാര്യം, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളോട് നമ്മുടെ എജുപോർട്ടിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് മാഷ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കുക, പാഠസംഗ്രഹം. ഇത്തവണ സ്കൂള് തുറന്നപ്പോൾ അമ്മമ്മ തൻ്റെ മൂന്നാമത്തെ പേരക്കുട്ടിയെയും 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിൽ ചേർക്കാനെത്തി. അങ്ങനെയായിരുന്നു നമ്മുടെ കഥ തുടങ്ങുന്നത്. ഇത്തവണ സ്കൂള് തുറന്നപ്പോൾ അമ്മമ്മ തൻ്റെ മൂന്നാമത്തെ പേരക്കുട്ടിയെയും എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 പേരെയും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചേർത്തിട്ടുണ്ടെന്ന് ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ പേരക്കുട്ടിയെയും 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിൽ ചേർക്കാനെത്തി. അവൻ്റെ മൂത്ത 2 പേരെയും അമ്മമ്മ ഇതേ സ്കൂളിൽ തന്നെയാണ് ലോവർ പ്രൈമറി കഴിഞ്ഞപ്പോൾ ചേർത്തത്. എന്തായിരുന്നു ലോവർ പ്രൈമറി? LP സെക്ഷൻ 1 മുതൽ 4 വരെയാണ് നമ്മുടെ നിലവിലുള്ള ലോവർ പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള 5ാം ക്ലാസ്സാണ് ഇവിടെ. ഇനി അമ്മമ്മ അവരുടെ ആ ചെറിയ വീട്ടിൽ തനിച്ചാണ്, ഒറ്റക്കാണ് താമസിക്കുന്നത്. മൂത്ത ആൾ ഇപ്പോൾ 9ലെത്തി. അതിൻ്റെ തൊട്ട് താഴെയുള്ളയാൾ 7ലും. ഇളയ കുട്ടിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അമ്മമ്മയുടെ സ്നേഹം നുകർന്ന് അവന് മതിയായിട്ടുണ്ടാവില്ല. അമ്മമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഉറഞ്ഞുകൂടിയ സങ്കടങ്ങൾ അലിഞ്ഞൊഴുകാൻ തുടങ്ങി. പൊന്നുമക്കളെ എത്ര ലാളിച്ചാലും മതിയാവില്ല. പക്ഷേ 3 മക്കളുടെ ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് മൂത്തവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ അന്ന് തീരുമാനിച്ചത്. അമ്മയില്ലാത്ത 3 മക്കളെയാണ് പോറ്റുന്നതെന്ന് അമ്മമ്മ പറഞ്ഞു. തേവി വറ്റിയ കിണറാണ് മുമ്പിൽ. അതായത് കരഞ്ഞു കണ്ണീർ വറ്റി എന്ന സൂചന. അതാണ് ഈ തേവി വറ്റിയ കിണറാണ് മുമ്പിൽ എന്ന് മക്കളെ പറയാൻ കാരണം. എന്നാലും തെളിനീര് പൊടിയുന്നുണ്ട്. ഇപ്പോഴും സ്നേഹത്തിൻ്റെ നിർമ്മലമായിട്ടുള്ള സ്നേഹം ആ മനസ്സിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അവനെ സ്കൂളിലും ഹോസ്റ്റലിലും ചേർത്ത് മടങ്ങിപ്പോകുമ്പോൾ അമ്മമ്മ ഏങ്ങി കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ കരയുന്ന ഒരമ്മമ്മയെ ആദ്യമായി കാണുകയാണ്. അത്രക്ക് പെരുകുന്ന സങ്കടങ്ങളുടെ അർത്ഥം പിന്നീടാണ് മനസ്സിലായത്. കാരണം 3ാമത്തെ കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് കുട്ടികളുടെ അമ്മ മരണപ്പെടുന്നത്. അത് സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ല. കുട്ടികളുടെ അച്ഛൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. കലഹിച്ച ജീവിതത്തിൽ നിന്ന് തന്നെയാണ് 3 കുട്ടികളും പിറന്നത്. എന്നും മൂപ്പര് വെള്ളടിച്ചു വരും, എന്നും അടിയും വഴക്കാണ്. ഈ അടിവഴക്കിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ 3 കുട്ടികളും ഉണ്ടായത്. ആണും പെണ്ണുമായി അമ്മമ്മക്ക് ആ ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുട്ടികളുടെ പൂർണ്ണ സംരക്ഷണം അമ്മമ്മക്കാണ്. ആ അച്ഛനും എന്ത് ചെയ്തു, അമ്മയുടെ മരണത്തോടു കൂടി എങ്ങോട്ടോ പോയി കളഞ്ഞു. ലാളിച്ചു വളർത്തിയ മകളെ അമ്മ ഒരിക്കലും ജോലി ചെയ്യാൻ വിട്ടിട്ടില്ല. പകരം അമ്മമ്മ പണിയെടുക്കാൻ പോയി. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ടെങ്കിലും അവന് സന്തോഷമാകട്ടെ എന്നും വീട്ടിൽ കലഹമില്ലാതെ ആവട്ടെ എന്നും അമ്മമ്മ ആഗ്രഹിച്ചു. എന്നിട്ടും മരുമകന് ഒരു മാറ്റവും ഉണ്ടായില്ല. അമ്മ വിളക്ക് ഊതിക്കെടുത്തി പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെ ഇരുട്ടിലാഴ്ത്തി അവൻ എങ്ങോ പോയി മറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. കരയാത്ത ഒറ്റ ദിവസം പോലും പിന്നീട് അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹോസ്റ്റലിലുള്ള കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. അവൻ്റെ ചെറിയ ആവശ്യങ്ങളൊക്കെ ഈ സാധുവായ അമ്മമ്മ എന്ത് ചെയ്യും, സാധിച്ചു കൊടുക്കുകയും ചെയ്യും. 2 വർഷം കഴിഞ്ഞപ്പോൾ 2ാമനെയും ഹോസ്റ്റലിൽ ചേർത്തു. ഇപ്പോൾ ഇതാ 3ാമനെയും. ഇപ്പോൾ കണ്ണീര് നനച്ചു നൽകേണ്ട ചില്ലറ തുട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആഴ്ചക്ക് കാണാൻ വരുമ്പം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമല്ലോ. അതിനുള്ള കാശിൻ്റെ എണ്ണം ഇനി കൂടുതലാണ്. കാരണം 3 കുട്ടികൾ എവിടെയാണുള്ളത്, ഹോസ്റ്റലിലാണുള്ളത്. 3 മക്കളെയും ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടതോടെ ഏകാന്തത അസഹനീയമായി. ഏകാന്തത, തനിച്ച് താമസിക്കുന്ന അവസ്ഥ അമ്മമ്മക്ക് സഹിക്കാൻ പറ്റാത്തതായി. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തേണ്ടതാണെന്ന് അമ്മമ്മക്ക് അറിയാഞ്ഞിട്ടല്ല, അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ടും കുട്ടികളുടെ പഠനത്തിൽ വലിയ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടെ 3 പേരെയും കാണാൻ ഈ അമ്മമ്മ ഹോസ്റ്റലിലേക്ക് വരികയും ചെയ്യും. 3 മക്കളെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അവരുടെ അധ്യാപകരെ അമ്മമ്മ കാണും. അമ്മയില്ലാത്ത തൻ്റെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കണേ എന്നും
അവരെ പഠിപ്പിച്ച് കരകയറ്റണേ എന്നും അമ്മമ്മ അവരുടെ അടുത്ത് യാചിക്കും. ഇൻ്റർവെൽ സമയത്ത് കുട്ടികളെ അവർ പുറത്തു കൊണ്ടുപോയി പലഹാരങ്ങളും മറ്റും വാങ്ങിച്ചു കൊടുക്കും. അച്ഛനും അമ്മയും ഒക്കെയുള്ള കുട്ടികളാണല്ലോ ഇവർക്കൊപ്പം ഇരിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അവരിങ്ങനെ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും. അപ്പം തൻ്റെ മക്കൾക്കും തൻ്റെ പേരക്കുട്ടികൾക്കും ഇങ്ങനെ ആഗ്രഹം കാണില്ലേ എന്ന് കരുതി ആ ആഗ്രഹം പൂരിപ്പിക്കാൻ വേണ്ടി അമ്മമ്മ എന്ത് ചെയ്യും? ഇൻ്റർവെൽ സമയത്ത് ഈ കുട്ടികളെ കൂട്ടി പലഹാരങ്ങളും മറ്റും വാങ്ങിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് കരുതി അവർക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. മടങ്ങിപ്പോരുമ്പോൾ ഇളയ കുട്ടി, ഇപ്പം ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കിയ കുട്ടി, ടീച്ചറിൻ്റെ ശാസന പോലും വകവെക്കാതെ ക്ലാസ്സിൽ നിന്നിറങ്ങി വാതിൽക്കൽ വരെ വന്ന് അമ്മമ്മേ എന്ന് ഉറക്കെ വിളിക്കും. അമ്മമ്മയുടെ വേവലാതി അതൊന്നുമല്ല. കുട്ടികളിപ്പോൾ വളർന്നു വരികയാണ്. വർണ്ണത്തിളപ്പിൻ്റെ ലോകം അവരെ പെട്ടെന്ന് മാറ്റിമറിക്കും. കാരണം സമൂഹം ഭയങ്കര ഫാസ്റ്റാണ്. ഇവിടെ എന്തില്ല, ഇങ്ങനത്തെ ബന്ധങ്ങൾക്കൊന്നല്ല പ്രാധാന്യമുള്ളത്, വർണ്ണത്തിളപ്പ് മാത്രമാണ്, കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. ആ ലോകത്ത് ഇവരെന്ത് ചെയ്യും? ചിലപ്പോൾ ഈ വർണ്ണത്തിളപ്പിൻ്റെ മായാലോകത്ത് പെട്ടിട്ട് തങ്ങളുടെ അമ്മമ്മയുടെ വേഷം പഴയതാണ്, അമ്മമ്മ പ്രായം ചെന്നതാണ്, അവരെ ചിലപ്പോൾ എന്ത് ചെയ്യും? വെറുക്കാനും മറക്കാനും അവർ ശ്രമിച്ചേക്കാം. വർണ്ണത്തിളപ്പിൻ്റെ ലോകം അവരെ പെട്ടെന്ന് മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് അവർ വെറുപ്പോടെ നോക്കും. അത് അമ്മമ്മക്ക് സഹിക്കാനാവുമോ? അതേക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല എന്ന് നമ്മുടെ എഴുത്തുകാരൻ തന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ പറയുകയും ചെയ്യുന്നു. ഓക്കെ, സെറ്റാണോ? നമ്മുടെ പാഠഭാഗം സെറ്റാണോ? സെറ്റാണെങ്കിൽ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. കണ്ണീർ തിളങ്ങുന്ന സൂചിയായി അമ്മമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ പ്രയോഗത്തിലൂടെ വെളിവാകുന്നത്? കണ്ണീർ തിളങ്ങുന്ന സൂചിയായി അമ്മമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ പ്രയോഗത്തിലൂടെ വെളിവാകുന്നത്? വിധവയായ അമ്മമ്മയുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. കരയാത്ത ഒരു ദിനം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ അമ്മമ്മ അധ്വാനിക്കണം. 3ാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവരുടെ അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണീര് തിളങ്ങുന്ന സൂചിയായി മാറിയത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതായത് പരിചയപ്പെടുന്നവരുടെ പോലും കണ്ണ് നനയിപ്പിക്കുന്ന ജീവിതമാണ് അമ്മമ്മയുടേത്. ഓർത്തു വെക്കുക, പരിചയപ്പെടുന്നവരുടെ പോലും കണ്ണ് നനയിപ്പിക്കുന്ന ജീവിതമാണ് അമ്മമ്മയുടേത്. അതുകൊണ്ടാണ് കണ്ണീർ സൂചി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. സെറ്റാണോ? വിധവയായ അമ്മമ്മയുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. കരയാത്ത ഒരു ദിനം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ അമ്മമ്മ അധ്വാനിക്കണം. 3ാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവരുടെ അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണീര് തിളങ്ങുന്ന സൂചിയായി മാറിയത്. അതായത് പരിചയപ്പെടുന്നവരുടെ പോലും കണ്ണ് നനയിപ്പിക്കുന്ന ജീവിതമാണ് അമ്മമ്മയുടേത്. അതുകൊണ്ടാണ് കണ്ണീർ സൂചി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. സെറ്റാണോ? ഇനി ഈ ചോദ്യം മറക്കൂലല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മ വിളക്ക് ഊതിക്കെടുത്തി പറക്കമുറ്റാത്ത 3 കിടാങ്ങളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതു കൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. അമ്മ വിളക്ക് ഊതിക്കെടുത്തി പറക്കമുറ്റാത്ത 3 കിടാങ്ങളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതു കൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. അനുഭവക്കുറിപ്പിൻ്റെ അടിസ്ഥാനം ഈ വാക്യങ്ങളാണ്. നമ്മുടെ സുരേന്ദ്രൻ എഴുതിയിട്ടുള്ള ഈ ഒരു അനുഭവക്കുറിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇത് തന്നെയാണ്. ഈ സന്ദർഭങ്ങളുടെ ആശയവും ഭാവ തീവ്രതയും വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് എത്രമാത്രം കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട വാക്കുകളുടെ ആശയത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഉത്തരത്തിനകത്തേക്ക് എഴുതണം. എങ്ങനെ എഴുതാം? അമ്മ വിളക്ക് ഊതിക്കെടുത്തുക എന്നത് അമ്മമ്മയുടെ മകളുടെ കൊലപാതകത്തെ സൂചിപ്പിക്കുന്നു. ഒരു കുടുംബത്തിലാകെ പ്രകാശം പരത്തുന്ന വിളക്കാണ് അമ്മ. അമ്മ ഇല്ലാതായതോടെ ആ കുട്ടികളുടെ ജീവിതം ഇരുട്ടിലായി. പറക്കമുറ്റാത്ത കുട്ടികൾ എന്നത് കുട്ടികളുടെ ബാല്യാവസ്ഥയെയും, ഇരുട്ട് എന്നത് അമ്മയില്ലാതെ അരക്ഷിതാവസ്ഥയിലായ കുട്ടികളുടെ ജീവിതത്തെയും കുറിക്കുന്നു. അമ്മ വിളക്ക് ഊതിക്കെടുത്തുക എന്നത് അമ്മമ്മയുടെ മകളുടെ കൊലപാതകത്തെ സൂചിപ്പിക്കുന്നു. ഒരു കുടുംബത്തിലാകെ പ്രകാശം പരത്തുന്ന വിളക്കാണ് അമ്മ. അമ്മ ഇല്ലാതായതോടെ ആ കുട്ടികളുടെ ജീവിതം ഇരുട്ടിലായി. പറക്കമുറ്റാത്ത കുട്ടികൾ എന്നത് കുട്ടികളുടെ ബാല്യാവസ്ഥയെയും, ഇരുട്ട് എന്നത് അമ്മയില്ലാതെ അരക്ഷിതാവസ്ഥയിലായ കുട്ടികളുടെ ജീവിതത്തെയും കുറിക്കുന്നു. സെറ്റാണോ? ഓക്കെ, റെഡി. ഇത്രയും
അപ്പോൾ 2 ചാപ്റ്റേഴ്സ് നമ്മുടെ അമ്മമ്മ എന്ന് പറയുന്ന പാഠഭാഗം ഒന്നുകൂടി കേട്ടു നോക്കുക. അത് വീണ്ടും ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു, അതുകൂടി നോക്കുക. ഈ പാഠം സെറ്റായിരിക്കും. എങ്ങനെ തലതിരിച്ച് ചോദിച്ചാലും നമ്മുടെ പാഠസംഗ്രഹത്തിൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കും, കൃത്യമായിട്ട് പഠിച്ചിരിക്കും. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠമായിട്ട് മാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.